നമസ്കാരം. പതിരും കതിരും. നീക്കിത്തള്ളുന്ന അച്ചിക്ക് നിരങ്ങിയെടുക്കുന്ന നായരെന്ന് പറയും പോലെയാണ് കോൺഗ്രസിന്റെ സ്വഭാവം. LDFന്റെ അടുക്കളയിൽ കിടന്ന് പുക പിടിച്ചും തേഞ്ഞും പോകാതെ തിരിച്ചു വരൂ എന്നാണ് അവർ മാണി ഗ്രൂപ്പിനോട് ആവശ്യപ്പെടുന്നത്. ചെറുക്കൻ്റെ വീട്ടിലെ പത്തായം കണ്ടും വലിയ കച്ചിത്തുറു കണ്ടും പണ്ടത്തെ കാരണവന്മാർ പെൺമക്കൾക്ക് കല്യാണം ഉറപ്പിക്കാറുണ്ടായിരുന്നു. ഇരുന്നുണ്ണാൻ വകയുണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുമായിരുന്നുള്ളൂ. കരിങ്ങോഴക്കൽ തറവാട്ടിൽ എണ്ണയിട്ട് സൂക്ഷിക്കുന്ന നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നറിഞ്ഞപ്പോൾ പിണറായിക്ക് വല്ലാത്തൊരു പൂതി തോന്നി തുടങ്ങി. അന്ന് മുതലേ ജോസ് മോനിൽ ഒരു കണ്ണു വീണു. അധികം വൈകാതെ ആ യന്ത്രമടക്കം ജോസ് മോനെ അവർ കൊണ്ടുപോയി. ഉടയാത്ത അഹന്തയും പിണറായി വിജയനോടുള്ള അദമ്യമായ സ്നേഹവുമായി ജോസ് മോൻ പോകുന്നത് UDFകാർ നിറകണ്ണുകളോടെയാണ് നോക്കി നിന്നത്. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന മട്ടിൽ ജോസ് മോൻ AKG സെൻറ്ററിൽ 4-5 ആഴ്ച അങ്ങ് വിലസി. LDFന്റെ നേതാക്കൾ ഉണ്ണാനെടുത്തപ്പോഴെല്ലാം ഒരുരുള ജോസ് മോന് കൊടുത്തു. താഴത്തും തലയിലും വെക്കാതെ അവർ മാണിസാറിൻ്റെ പുത്രനെ കൊണ്ടു നടന്നു. എന്നാൽ വർഷമൊന്ന് കഴിഞ്ഞതോടെ ചെന്നു കയറിയ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ പരിതാപകരമാണ്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ മടിയിൽ കയറിയിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ജോസ് മോന്. കയറി തോളിൽ വരെ കയറിയിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയൻ്റെ മുമ്പിൽ കയറി നിൽക്കാൻ പോയിട്ട് കയ്യൊന്നുയർത്തി അണികളെ അഭിവാദ്യം ചെയ്യാൻ പോലും ഈ പാവത്തിന് ഇപ്പോൾ അവകാശമില്ല. പിണറായി ഇരിക്കും മുമ്പ് ഇരുന്നാൽ വീണ്ടും എഴുന്നേറ്റിട്ട് ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. കോട്ടയത്തെ ജനങ്ങൾക്ക് മുമ്പിലിട്ട് ജോസ് മോൻ്റെ പാർട്ടിയെ പിണറായി നാറ്റിച്ചു വിട്ടു. പാലിൽ പഞ്ചസാര നല്ലു, പറവാൻ പൈങ്കിളി നല്ലു എന്ന് പറയും പോലെ കേരള കോൺഗ്രസിന് വലിച്ചാൽ നീളുന്ന റബ്ബർ നല്ലു എന്നതാണ് ആപ്തവാക്യം. ഇന്നിപ്പോഴാ റബ്ബറിനെ പറ്റി ഒരു വാക്യം പറയാൻ പോലും അവകാശമില്ലാതായി. അർബാബിന് മുമ്പിൽ നജീബ് എന്ന വണ്ണമാണ് പിണറായിക്ക് മുമ്പിൽ ജോസ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാട്ടറബിയിൽ നിന്നും ജോസ് മോനെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. മാണിച്ചായൻ്റെ ആത്മാവ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടെന്ന വണ്ണം പറഞ്ഞു ചെയ്യിക്കുന്നതാണ് ഇതൊക്കെ. CPMന്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തു മരിക്കാതെ മകനെ മടങ്ങി വരൂ എന്നാണ് വീക്ഷണം പത്രം ആവശ്യപ്പെടുന്നത്. മന്ത്രിയാകാനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ UDFനെ ചതിച്ച് LDFന്റെ പാളയത്തിലേക്ക് പോയ ജോസിനെ പാലാക്കാരും ചതിച്ചു. ഉള്ള രാജ്യസഭാംഗത്വം നഷ്ടമായി. കോട്ടയത്ത് മാണി ഗ്രൂപ്പ് തോറ്റുപോയാൽ പിന്നെ പിണറായി വിജയൻ്റെ മുമ്പിൽ ചെല്ലാൻ പോലുമാകില്ല. കുബൂസും പച്ചപ്പാലും കുടിച്ച് റബ്ബറിൻ്റെ ചുവട്ടിൽ പോയി കിടക്കേണ്ടി വരും. വിവാഹ വാഗ്ദാനം നൽകി ചതിക്കപ്പെട്ട കാമുകിയുടെ അവസ്ഥയിലായി ജോസ് എന്നാണ് വീക്ഷണം പരിഹസിക്കുന്നത്. പിണറായി ഇങ്ങ് വരട്ടെ, രാജ്യസഭാ സീറ്റ് ചോദിക്കുമെന്നാണ് മാണി ഗ്രൂപ്പുകാർ തറപ്പിച്ചു പറയുന്നത്. ആ നിഴല് കണ്ടാൽ വിറയ്ക്കുന്ന ജോസിൻ്റെ നാവ് പൊങ്ങുമോ അതിനായി? അവരും കൈയൊഴിഞ്ഞാൽ കോട്ടയത്തൊരു റബ്ബർ കടയിട്ട് ജീവിക്കേണ്ടി വരും ജോസ് മോന്. അവിടെ ചില്ലും ചിരട്ടയും വിൽക്കാം. റോഷി അഗസ്റ്റിന് പൊറോട്ടയടിക്കാനെങ്കിലും അറിയാവുന്നതാണ്. വീക്ഷണത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ പാർട്ടിയിൽ നല്ല വിലയായതിനാൽ ഇതൊന്നും ആരും ഗൗനിക്കുന്നതേയില്ല. വീക്ഷണം വല്ലതും എഴുതിയാൽ അത് 10 ആളിൽ എത്തണമെങ്കിൽ മനോരമ എടുത്തെഴുതണം. വീക്ഷണം പത്രം അതിൻ്റെ പത്രാധിപരെങ്കിലും ഒന്ന് നിവർത്തി വായിച്ചാൽ മതിയായിരുന്നു. പ്രതിപക്ഷ നേതാവാണെങ്കിൽ അത് കണ്ട കാലം മറന്നു. അധ്വാനവർഗത്തിന് വേണ്ടി ഒരു സിദ്ധാന്തം എഴുതി അവതരിപ്പിച്ച മാണിസാറിൻ്റെ മകനാണ് ജോസ് കെ മാണി. അച്ഛനുണ്ടാക്കിയ പാർട്ടിയുമായി ഇടംബലം കയറി നടക്കാനല്ലാതെ ഈ ജോസിനൊക്കെ എന്തോ ഒരു രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത്. പിണറായി വിജയൻ്റെ അടുക്കളപ്പുറത്ത് കിടന്ന് ഇനിയുള്ള കാലം വിറക് വെട്ടുകയോ പാത്രം തേക്കുകയോ ചെയ്യട്ടെ. എന്നിട്ടും നിവൃത്തിയില്ലെങ്കിൽ കിണറ്റിൽ ചാടട്ടെ. ഈ മെയ്യനങ്ങാ പൈതലിന് 1 കിലോ റബ്ബർ ചണ്ടിയുടെ വില പോലും ഇല്ലാത്ത കാലം വരണം. ഈ പാർട്ടിയെ അറിഞ്ഞോ അറിയാതെയോ ഇനിയും UDFൽ വിളിച്ചു കയറ്റിയാൽ പ്രവർത്തകർ നിങ്ങളുടെ മുഖത്ത് തുപ്പും. ഒടുക്കത്തെ കുട്ടി ഓമനക്കുട്ടി എന്ന മട്ടിൽ മാണിച്ചായനും ബാലകൃഷ്ണപിള്ളയും വളർത്തിയെടുത്ത 2 ആൺമക്കളും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് ചെയ്ത നെറുകേടും നീതികേടും കണ്ട് കാലം പോലും ചമ്മട്ടിയെടുക്കും അവർക്ക് നേരെ.